ലബനനിലെ പേജർ സ്ഫോടനത്തിൽ ഇന്റർപോൾ തിരയുന്ന മലയാളിയായ റിൻസൺ ജോസിന്റെ അക്കൗണ്ടിലേക്ക് പണമെത്തിയത് ഇസ്രായേൽ ബാങ്കിൽ നിന്ന്. ഇസ്രായേലിലെ മിസ്ര തെഫാഹോത്ത് ബാങ്കിൽ നിന്നാണ് 6 ഘട്ടമായി പണമെത്തിയത്. തായ്വാൻ കമ്പനി ഹോങ്കോങ്ങിലേക്ക് അയച്ച 5000 പേജറുകളിലാണ് മൊസാദ് സ്ഫോടക വസ്തു നിറച്ചത്. ഈ കമ്പനികൾക്കെല്ലാം പണം നൽകിയത് റിൻസന്റെ കമ്പനിയുടെ അക്കൗണ്ട് വഴിയാണെന്നും സ്ഥിരീകരിച്ചു. അഞ്ച് രാജ്യങ്ങൾ നടത്തുന്ന അന്വേഷണത്തിൽ പേജറുകളെക്കുറിച്ചുള്ള എല്ലാ ദുരൂഹതകളും നീങ്ങുകയാണ്. പേജറുകൾ വാങ്ങാനുള്ള പണം എത്തിയത് വയനാട് സ്വദേശിയായ റിൻസൺ ജോസിന്റെ ബൾഗേറിയയിലെ കമ്പനിയായ നോർട്ട ഗ്ലോബലിലേക്കാണ്. ഇസ്രായേലിലെ മിസ്ര തൊഫാഹുദ് ബാങ്കിൽ നിന്ന് 14 കോടി രൂപയ്ക്ക് തുല്യമായ 18 ദശലക്ഷം നോർവീജിയൻ ക്രോണാണ് ആദ്യമെത്തിയത്. ഈ തുക ഹംഗറിയിലെ മൊസാദ് പ്രതിനിധി ക്രിസ്റ്റീന ബാഴ്സണിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറി. ക്രിസ്റ്റീനയാണ് ഈ തുക തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനിക്ക് നൽകിയത്. ഇതിന് പിന്നാലെ 2023 മാർച്ച് മുതൽ 2024 ജൂൺ വരെ റിൻസണിന്റെ അക്കൗണ്ടിൽ പണം എത്തിയതായി ഹംഗറിയും റിൻസന് പൗരത്വമുള്ള നോർവേയും സ്ഥിരീകരിച്ചു. ഈ തുക ഉപയോഗിച്ച് വാങ്ങിയ പേജറുകൾ വന്നത് ഹോങ്കോങ്ങിലേക്കാണ്. തായ്വാൻ കമ്പനി തന്നെയാണ് ഈ പേജറുകളും നിർമ്മിച്ചത്. ലൈസൻസ് നൽകിയതേ ഉള്ളൂ എന്ന വാദമാണ് പൊളിഞ്ഞത്. തായ്വാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്കുള്ള 5000 പേജറുകൾക്ക് പുറമെ അമേരിക്കയിലേക്ക് 20,000 പേജറുകളും ഓസ്ട്രേലിയയിലേക്ക് 3000 പേജറുകളും ഇതേ കമ്പനി തന്നെ അയച്ചു. ഹോങ്കോങ്ങിൽ വെച്ച് ഇസ്രായേലിന്റെ മൊസാദ് പ്രതിനിധികൾ സ്ഫോടക വസ്തു നിറച്ചു. ബാറ്ററി ഊരി അതിലാണ് 3 ഗ്രാം മാത്രമുള്ള ബോംബ് സ്ഥാപിച്ചത്. ഇത് ഹോങ്കോങ്ങിൽ നിന്ന് ലെബനനിലേക്ക് പോയി. ഈ ഇടപാടുകൾക്കെല്ലാം പണം നൽകിയത് റിൻസന്റെ അക്കൗണ്ട് വഴിയാണ്. സ്ഫോടനത്തിന്റെ തലേന്ന് അപ്രത്യക്ഷനായി റിൻസൺ അമേരിക്കയിലെത്തി.